ഹരിയാനയിലെ വോട്ടുകൊള്ള ആരോപണത്തിനിടെ തന്റെ വാക്കുകൾ പരാമർശിച്ചതിൽ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച ബി.ജെ.പി. നേതാവ് ബി ഗോപാലകൃഷ്ണൻ. ബിഗ് സ്ക്രീനിലോ ഏത് സ്ക്രീനിലോ വേണമെങ്കിലും കാണിക്കട്ടെ എന്നാണ് പ്രതികരണം. രാഹുൽ ആരോപണങ്ങളോട് പറയാനുള്ളത് നോ കമന്റ്സ് ആണെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കണ്ടിട്ടുണ്ടാവുമല്ലോ, പഴയ പറഞ്ഞത് എന്താ അതിന്റെ ഒരു പ്രതികരണം? രാഹുൽ ഗാന്ധിയോട് സഹതാവ് മാത്രമേ ഉള്ളൂ, പറഞ്ഞില്ല. ബിഗ് സ്ക്രീനിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് സ്ക്രീൻ വേണം കാണിക്കല്ലോ, രാഷ്ട്രീയക്കാരല്ലേ. രാജ്യം മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ കമന്റ്സ് കഴിഞ്ഞു. ഓക്കെ, സൂരജ് സജി ആ വാർത്തയുടെ സൂരജ് കറക്റ്റ് ആ വാർത്താ സമ്മേളനത്തിന്റെ മൂഡിന് ചേർന്ന ഒരു കറക്റ്റ് ടെസ്റ്റിമോണി പോലെയായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ രാഹുൽ ഗാന്ധി അതിൽ പ്ലേസ് ചെയ്തത്. അപ്പോൾ അതിൽ ഇനി അധികം മിണ്ടിക്കുളവാക്കണ്ട എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതിൽ പ്രതികരണം വേണ്ട എന്ന ബി ഗോപാലകൃഷ്ണന്റെ തീരുമാനം? സൂരജ്, ഹാഷ്മി, പാർട്ടി അടക്കം കൃത്യമായ നിർദ്ദേശം ഇത് സംബന്ധിച്ച് ബി ഗോപാലകൃഷ്ണൻ നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം ബി ഗോപാലകൃഷ്ണനോട് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിലേക്ക് പോവാതിരുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളോട് തനിക്ക് സഹതാപം മാത്രമാണുള്ളത്, ബിഗ് സ്ക്രീനിലോ ഏത് സ്ക്രീനിൽ വേണമെങ്കിലും കാണിച്ചോട്ടെ, രാഷ്ട്രീയക്കാരല്ലേ, ഇതിൽ താൻ പറയാൻ ഒന്നും പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. ഹാഷ്മി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ആദ്യഘട്ട രാഹുൽ ഗാന്ധിയുടെ ആരോപണം പുറത്തു വരുന്ന സമയത്താണ് ഗോപാലകൃഷ്ണൻ ഒരു പ്രതികരണം കൂടി, അന്ന് ഗോപാലകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. അന്ന് തൃശ്ശൂരിലടക്കം ഈ വോട്ട് ചോരി നടന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്, തങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് വരെ വോട്ടർമാരെ കൊണ്ടുവന്ന മണ്ഡലങ്ങളിൽ വോട്ട് ചേർക്കും, അതിൽ എന്താണ് കുഴപ്പം എന്നുള്ള തരത്തിലൊരു പരാമർശമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളോട് ഈ ബൈറ്റ് കൂടി, അത് അന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണം കൂടി വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് ഗോപാലകൃഷ്ണനോട് പ്രതികരണം തേടിയത്. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണനോട് പാർട്ടി നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതേ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം മൗനം വെടിയുന്നു. ചെറുതായെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. ആഷ്മി, ശരി, ഓക്കെ. അപ്പോൾ അതിലധികം ഇനി അധികം മിണ്ടണ്ട എന്നാണ് തോന്നുന്നു ബി ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശം. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണോ ആരോപണത്തോട് ചേർന്ന് നിൽക്കുന്ന കറക്റ്റ് പ്രതികരണം, അതിനുവേണ്ടി എടുത്ത ബൈറ്റ് പോലെ ഉള്ള ബൈറ്റായിരുന്നു ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ. അപ്പോൾ അതിനോട് ഇനി അധികം പ്രതികരണം വേണ്ട എന്നാണെന്ന് തോന്നുന്നു ഗോപാലകൃഷ്ണന്റെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.